ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഗെയിമിംഗ് വീഡിയോയോ അല്ലെങ്കിൽ വ്ളോഗോ അങ്ങനെയുള്ള ഒന്നുമല്ല, ജസ്റ്റ് ഒരു റിവ്യൂ ആണ്. ഏകദേശം നമ്മൾ ലാസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു, ആടുജീവിതത്തിൻ്റെ എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു റിവ്യൂ ആയിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബിഗ് റിവ്യൂ ആണ്. ഏകദേശം 1, 2, 3, 4, 5 ബുക്കിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറേ നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി ഓരോ ബുക്കായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ നമുക്ക് ലേസായിട്ട് പക്ഷേ ഞാൻ ഇതിലേക്ക് വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണിത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബുക്കും കൂടിയാണ്. അതായത് നമ്മൾ നേരത്തെ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് സിനിമയായ ബുക്കാണ്. ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ എഴുതിയ ബുക്കാണ്. ഇതിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. അപ്പം ഇത് വായിക്കുക എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് സിനിമ കാണുന്ന ഫീല് പോലെ തന്നെ ഇത് വായിക്കുമ്പോൾ കിട്ടും. ഇതിനകത്ത് നല്ല ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടും പരിചയപ്പെടാം. കണ്ടില്ലേ, നജീബിൻ്റെയും ഹക്കീമിൻ്റെയും കഥയാണ്. അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ലൊരു ഞാൻ വായിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഈയിടയ്ക്ക് വായിച്ചത്. എന്തായാലും ഇതിപ്പം ഒന്ന് ചുമ്മാ ട്രൈ ചെയ്യുക. നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ കിട്ടുമായിരിക്കും. ഇതിൻ്റെ വില എനിക്ക് പറഞ്ഞുതരാം. 250 രൂപയാണ് ഇതിൻ്റെ വില. ബെന്യാമിൻ എഴുതിയ ഒരു ബുക്കാണ്. ഇതിൻ്റെ ഇത്രയും കോപ്പികൾ വിറ്റഴിഞ്ഞ കൃതിയാണിത്. ഏകദേശം അറിയാമല്ലോ, കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, ഇതും മിക്ക ആളുകൾക്കും വായിച്ചിട്ടും ഉണ്ടാകും, ചിലപ്പോൾ ഇത് കണ്ടിട്ടും ഉണ്ടാകും. ഇതെന്താണെന്നറിയാം, എല്ലാവരെയും കാണുന്ന ഒരു സാധനമാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ MK ഗാന്ധി. അതായത് നമ്മുടെ ഗാന്ധിജിയുടെ ബുക്കാണിത്. ഏകദേശം ഗാന്ധിജിയുടെ സ്റ്റോറി ഫുള്ള് ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് നോക്കാം. ഇതില്ലേ ഫുള്ളുണ്ട്. ഏകദേശം എത്ര പേജുണ്ടെന്ന് ഞാൻ പറയാം. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഫോട്ടോസായിട്ട് ഗാന്ധിജിയുടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ കയ്യശരം, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങൾ, ജയിലിൽ കിടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കൊടുക്കുന്നുണ്ട്. ഏകദേശം വില വരുന്നത് 125 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ഇത് ഫ്രണ്ട് സൈഡ്, അതുപോലെ സൈഡിൽ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ MK ഗാന്ധി. എന്തായാലും ഒരു വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. അത് നല്ലൊരു ബുക്കാണ്. ഏകദേശം ആടുജീവിതം പോലെയല്ല ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബുക്കാണ്. ഇതെല്ലാവരും വായിച്ച് കാണുന്നത്. ഇനി നമ്മൾ നോക്കാൻ പറ്റുന്നത് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഇത്ര നേരം കണ്ടത് നോവലും ജീവിതകഥയൊക്കെയാണ്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നമ്മുടെ കാർട്ടൂൺ രൂപത്തിലുള്ള സ്റ്റോറിയാണ്. ജംഗിൾ ബുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കാർട്ടൂൺ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ പല ഇതും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ബുക്കാണ്. ഇതിൻ്റെ വില വരുന്നതെന്ന് പറയുന്നത് 190 രൂപയാണ്. ഇത് എഴുതിയിരിക്കുന്ന ആളുടെ പേരാണ് റുഡ്യാർഡ് കിപ്ലിംഗ് അങ്ങനെയാണ്. ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് K. ഉഷ എന്ന ആളാണ്. അപ്പം എന്തായാലും ഇതും നിങ്ങൾ വായിച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. അതായത് ജംഗിൾ ബുക്ക് ചിൽഡ്രൻസിനൊക്കെ പറ്റിയൊരു ബുക്കാണ്. എന്താ പറയുക, ജംഗിളിൻ്റെ ബുക്ക് എന്ന് പറയുന്ന സിനിമയൊക്കെ ഞങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ സിനിമ കാണുന്ന അതേ ഫീൽ തന്നെ ഈ ഒരു ഇതിലൂടെയും കിട്ടും. അപ്പം ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയുണ്ട്. എന്തായാലും ഇത്രയും നേരമായിട്ട് നമുക്ക് നല്ല രസമുണ്ട്. അതെന്താ നല്ല ഫോട്ടോസും എല്ലാം ഉണ്ട്. നല്ല കിടിലൻ ബുക്കാണ്. ഏകദേശം പേജ് വരുന്നത് 154 പേജാണ് ഇതിലുള്ളത്. 154 പേജുള്ള ഒരു ബുക്കാണ്. അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ വായിക്കുക. ഇതിൻ്റെ വില വരുന്നത് 190 അപ്പം എന്തായാലും നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക ഈ ബുക്ക്. ഇനി നമ്മുടെ വേറൊരു ബുക്കാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഭോഗേഷ് ബക്ഷി എന്ന് പറയുന്ന ഒരാളുടെ ബുക്കാണ്. ഇത് സിനിമയായിട്ടൊന്നും തോന്നുന്നു. ഏതോ സുശാന്ത് സിംഗ് രാജ്പുത്താണ് അതിനകത്ത് മെയിൻ കഥാപാത്രം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണിത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത് നല്ല വിലയാണ്. ഇതിനേക്കാളൊക്കെ കൂടിയ വിലയാണ് ഇതിന്. 399 രൂപയാണ് ഇതിൽ പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏകദേശം
304 പേജുള്ള ഒരു ബുക്കാണ്. ഏകദേശം 304 പേജുള്ള ഒരു ബുക്ക്. എന്തായാലും ഇത് സോറി അവിടെ വെച്ച് കട്ടായിപ്പോയി. ഇപ്പോൾ നമ്മൾ ബാക്കിയാണ്. അപ്പം ഇതാണ് സംഭവം വരുന്നത്. അപ്പം ഇത് എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഭാഷ ജെയിംസ് പോളാണ് ഇത് പരിഭാഷ ചെയ്തിരിക്കുന്നത്. അല്ലേ ഒരു നല്ല ഇതെല്ലാം ബുക്കാണെന്നാണ്, പക്ഷെ അത്രയും വില കൂടിയ ബുക്കാണ്. ഇതിലെല്ലാത്തിലും നിന്നും വ്യത്യസ്തമായതും വില കൂടിയതും കഥയാണ്. ഇത് ഡിറ്റക്റ്റീവ് കഥയാണെന്ന് തോന്നുന്നു. ഇതിന് ഏകദേശം 304 പേജ് വരുന്നുണ്ട്. അത്രയും ഇതുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണ്. അതായത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വായിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതുവരെ വായിച്ചത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക ഒരു ഫുൾ ഡിറ്റക്റ്റീവ് കഥയാണ്. നല്ല കിടിലനാണ്. വായിച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കഥയായിരിക്കും ഇതിന് വരുന്നത്. അപ്പം ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോകാം. അടുത്ത ബുക്കെന്ന് പറയുന്നത് എന്താണ്, ദ ടെയിൽ ഓഫ് ശൂർപ്പണഖ. അപ്പം ഇത് എനിക്കല്ല, ഞാൻ മറ്റേ അവന് വേണ്ടി മേടിച്ചാണ്. അപ്പോൾ ഇതെന്തായാലും ഞാനിത് വായിച്ചത് വലിയ കൊച്ചുങ്ങൾക്കുള്ള ബുക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ, കണ്ടില്ലേ, ഇത്രയുള്ള വഴിയൊക്കെ ഉള്ളൂ. വലിയ ടഫായിട്ടുള്ള വരികളോ ഒന്നുമില്ല. വെറും പാഠപുസ്തകം വായിക്കുന്ന അതേ ഫീൽ തന്നെയായിരിക്കും. ഏകദേശം എത്ര പേജാണ് ഉള്ളത്? 21 പേജുള്ള ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഇതാണ്. ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. എന്നാലും ഇത് എത്ര രൂപ അതിനകത്ത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നു എത്ര രൂപയായിരുന്നു. അപ്പം ഇതെന്താ പറയുക, ഇത് രാമൻ്റെയും സീതയുടെയും കഥയാണെന്ന് തോന്നുന്നു. ചെറിയ കഥയാണ്. രാമായണം മൊത്തം ഇതിനകത്തില്ല, കുറച്ചൊക്കെ ഉള്ളൂ. കണ്ടില്ലേ, ഇത്രയൊക്കെ ലൈനേ ഉള്ളൂ വരുന്നത്. എന്നാലും എന്താ പറയുക, ഇത് നിങ്ങളൊന്ന് വായിച്ചു. ഇത് ഞാൻ വായിക്കുന്നില്ല. ഇത് നമ്മുടെ രാമായണ കഥയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നതെന്ന് എനിക്ക് നോക്കിയിട്ടില്ല. ഇത് പലതുണ്ടെന്ന് തോന്നുന്നു. ഇത് സ്റ്റോറി ഓഫ് ശൂർപ്പണഖയാണ്. ഇനി ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്, സുഗ്രീവ. അതുപോലെ തന്നെ എന്താണ് ദ സ്റ്റോറി ഓഫ് ജഡായു, രാമ ഫൈറ്റ്സ് കട്ടാക്ക അങ്ങനെ അങ്ങനെ 3 ബുക്കിനുണ്ട്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ബുക്കാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് നോക്കി എന്താ പറയുക വെച്ചേക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ബുക്ക് പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം വായിച്ചിരിക്കണം. അതായത് ഇതെല്ലാം നല്ല നല്ല രീതിയിലുള്ള ബുക്സാണ്. ഇത് മൊത്തം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്. വായിച്ചതിൽ ഇനി ഇത് വായിക്കാനുണ്ട്. ഇത് വായിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഉണ്ടെന്ന്. ഇത് ഞാൻ വായിച്ചു. അപ്പം ഇതെന്തായാലും ഇത് ഞാൻ ഫുള്ള് കഴിഞ്ഞത്. ഞാനൊന്ന് മേടിച്ചത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് തീർത്തു. അത്രയും കുറേ നാൾ നോക്കിയിരുന്ന് മേടിച്ചൊരു ബുക്കായിരുന്നു ഇത്. ബാക്കിയെല്ലാം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നമ്മൾ ലൈബ്രറി കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി മേടിക്കാം, ബുക്ക് സ്റ്റാളിൽ പോയി മേടിക്കാം. അവിടെയൊക്കെ ഇത് ലഭ്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ പുതിയ ഷോർട്ട് ഫിലിമായിട്ടുള്ള ഇറബസ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം റിലീസാവുകയാണ്. ഏകദേശം എന്നാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഏകദേശം പറയുന്ന ഡിസംബർ 25, അതായത് അടുത്ത വർഷം ഡിസംബർ 25 നമ്മുടെ ഇറബസ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പം ഈ ബുക്കൊക്കെ നിങ്ങൾ വായിക്കുക, എല്ലാം നല്ല ബുക്കാണ്, വായിക്കുക. അപ്പം ഇനിയുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് പിന്നെയും കാണാം. അപ്പം എന്താ പറയുക, ബൈ ബൈ.